الرحيم والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് നഹ്വ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ജുംലയാണ്, സെൻറ്റൻസാണ്. ആ സെൻറ്റൻസ് കൂടിച്ചേർന്നുണ്ടാകുന്നത് കലിമത്തുകളിൽ നിന്നാണ്. ആ കലിമത്തുകൾ 3 ഇനമാണെന്ന് നമ്മൾ പറഞ്ഞു. ആ 3 ഇനം എന്ന് പറഞ്ഞാൽ അതായത് പ്രധാനമായിട്ട് 3 ഇനം, അതിന് സബ്ബായിട്ട് കുറേ ഇനങ്ങളുണ്ട്. 3 ഇനങ്ങൾ ഇസ്മ്, ഫിഅല്, ഹർഫാണ്. അത് എങ്ങനെ മനസ്സിലാക്കാം? ഒരു സെൻറ്റൻസിൽ ഇത് ഇസ്മാണ്, ഒരു പദം ഇസ്മാണ്, അല്ലെങ്കിൽ ഇത് ഫിഅലാണ്, അല്ലെങ്കിൽ ഇത് ഹർഫാണ് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിന് നമ്മളെ സഹായിക്കുന്ന അടയാളങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് കുറച്ചും കൂടി അതിനെ വിശദീകരിച്ചിട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാകുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂടുതലും പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ പ്രാക്ടീസിൽ ഇൻഷാ അല്ലാഹ് ഫോക്കസ് ചെയ്യും. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പദം ഇസ്മാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഘടകമാണ്, പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അലിഫ്ലാമ്, തൻവീന്. അതിലേതെങ്കിലും ഒന്നുണ്ടായിരിക്കുക. അതായത് ഒരു പദത്തിൽ നമ്മൾ അലിഫ്ലാമോ അല്ലെങ്കിൽ തൻവീനോ കണ്ടാൽ അത് ഇസ്മാണെന്ന് മനസ്സിലാക്കാം. അതേപോലെ കസ്റത്ത് കണ്ടാൽ, അതായത് ജറിൻ്റെ പ്രധാന അടയാളമായ കസ്റത്ത് കണ്ടാലും നമുക്ക് അതൊരു ഇസ്മാണെന്ന് മനസ്സിലാക്കാം. ആ കസ്റത്ത് ഒന്നുകിൽ ഇളാഫത്ത് കൊണ്ടുണ്ടാകാം, അതായത് ഈ കസ്റത്ത് വരുന്നത് ഇളാഫത്ത് ചെയ്യൽ കൊണ്ടുണ്ടാവാം. അതേപോലെ ഈ ജറിൻ്റെ ഹർഫുകൾ നമ്മൾ പറഞ്ഞവിടെ മിൻ, ഇല, അൻ, അല, അതേപോലെ തന്നെ ഹുറൂഫുൽ ഖസം, അതൊക്കെ പ്രവേശിക്കൽ കൊണ്ടും ജറുണ്ടാകും. അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ ജറുണ്ടാവുക എന്നുള്ളതും ഒരു ഇസ്മിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ്. അതേപോലെ ഫിഅലിനെ തിരിച്ചറിയാൻ നമ്മൾ പറഞ്ഞു, ഫിഅല് മാദിയാണെങ്കിൽ നമുക്കതിൽ താ തഅനീസു സാക്കിന, അതായത് ഖാലത്ത് ഫാത്തിമ, അല്ലെ ഖാലത്ത് റംല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആ ഒരു ഖാലത്ത് എന്നുള്ള ആ താ തഅനീസ്, അതേപോലെ തന്നെ താഉൽ ഫാഇലൊക്കെ നമുക്ക് ഒരു ഫിഅല്, ഒരു പദം ഫിഅലാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളമാണ്. അതേപോലെ ഫിഅല് മുദാരി ആണെങ്കിൽ അതിൻ്റെ കൂടെ സീനോ സ എന്നോ അല്ലെങ്കിൽ സൗഫ എന്നോ കണ്ടാൽ അത് നമുക്ക് ഒരു ഫിഅല് മുദാരി ആണെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഫിഅല് മാദി ആയാലും മുദാരി ആയാലും അതിൻ്റെ കൂടെ ഖദ്, അതായത് ഖദിന് ശേഷം വരുന്നത് എന്തായാലും ഫിഅലായിരിക്കും. അത് മാദി ആണെങ്കിൽ അതിന് മാദിയുടെ അർത്ഥം ഉണ്ടാവും, മുദാരി ആണെങ്കിൽ അതിൻ്റെ മുദാരിയുടെ അർത്ഥം ഉണ്ടാവും. ഖദ് എന്നുള്ളത് മാദിയുടെ കൂടെ വരുമ്പോൾ തീർച്ചയായും ചെയ്തു എന്ന് പറഞ്ഞാൽ, അതായത് ഖദ് കതബ എന്നോ അല്ലെങ്കിൽ ഖദ് ദറസ എന്നൊക്കെ പറയുമ്പോൾ, ഖദ് ദറസ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പഠിച്ചു എന്നുള്ളതാണ് അർത്ഥം. പക്ഷേ ഖദ് യദ്റുസു അല്ലെങ്കിൽ ഖദ് യക്തുബു എന്നൊക്കെ പറയുമ്പോൾ അതിന് ചിലപ്പോൾ എന്നുള്ള അർത്ഥമാണ് വരിക. അതേപോലെ നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ കാറ്റഗറിയായ ഈ ഹർഫ് എന്ന് മനസ്സിലാക്കാൻ, ഹർഫ് ആണ് ഒരു പദം ഹർഫാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ രണ്ടിൻ്റെയും അലാമത്തുകൾ, അടയാളങ്ങൾ അതിലില്ലാതിരിക്കുക എന്നുള്ളത് ഹർഫിനെ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ഞാൻ പറഞ്ഞു ഒരു ഹർഫോ അല്ലെങ്കിൽ 2 ഹർഫോ കൂടി ചേർന്നിട്ടുള്ള ഒരു പദമാണെങ്കിൽ നമുക്ക് കൂടുതലും അത് ഹർഫിലൊക്കെ ആയിരിക്കും, അതായത് 99% അത് ഹർഫാക്കാനുള്ള അടയാളമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് ഒരു ഇസ്മോ അല്ലെങ്കിൽ ഒരു പദം കണ്ടാൽ അത് ഇസ്മാണോ ഫിഅലാണോ ഹർഫാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ നമ്മൾ ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ നമുക്കൊരു ജുംലയിൽ വരുമ്പോൾ മനസ്സിലാക്കാനുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ജുംലയിൽ വന്നാൽ നമുക്ക് കസ്റത്ത് കാണാൻ കഴിയുള്ളൂ. കാരണം ഒരു കസ്റത്ത് എന്ന് പറയുന്നത്, അവസാനത്തെ അക്ഷരത്തിന് കസ്റത്ത് എന്ന് പറയുന്നത് ഇഅ്റാബുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ ജുംലയിൽ വരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ തൻവീനും അലിഫ്ലാമൊക്കെ ഒരു ജുംലയിൽ ഒരു പദം വരുമ്പോൾ വരുന്നതാണ്. അതേപോലെ നമ്മൾ ഈ ഖദ്, സീന്, താ തഅനീസ് അതൊക്കെ ഒരു ജുംലയിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇത് നഹ്വ് ജുംലയാണ് ചർച്ച ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ജുംലയിൽ വരുമ്പോഴുള്ള അടയാളങ്ങളാണ് പഠിക്കേണ്ടത്. അതേപോലെ നമുക്ക് ഒരു പദം സ്വന്തമായിട്ട് ആ പദത്തിൻ്റെ എന്താ പറയുക ഐഡൻറ്റിറ്റി നോക്കിയിട്ട് നമുക്ക് ആ പദം തന്നെ ഒരു കാറ്റഗറി ഏതാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് അടയാളങ്ങളുണ്ട്.
അല്ലെങ്കിൽ ഒരടയാളം, പ്രധാനമായിട്ട് നമുക്ക് ഒരടയാളം എന്ന് പറയാം. അതായത് ഒരു പദത്തിൻ്റെ സീഗ അല്ലെങ്കിൽ വസ്ന് നോക്കിയിട്ട് നമുക്ക് എന്താക്കാം, അത് ഫിയലാണോ ഇസ്മാണോ എന്ന് മനസ്സിലാക്കാം. ഹർഫ് പിന്നെ ഞാൻ പറഞ്ഞു, ഹർഫ് എന്നുള്ളത് ഒരു ക്ലോസ്ഡ് കാറ്റഗറിയാണ്. അതായത് നമുക്ക് കുറച്ച് ഹർഫുകളേ ഉള്ളൂ. നമുക്ക് തന്നെ എന്താക്കാം, ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതാനുള്ള അത്ര ഹർഫേ ഉള്ളൂ. പക്ഷേ ഇസ്മും ഫിയലും അങ്ങനെയല്ല, എത്രയോ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത് ഒറ്റയടിക്ക് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാൻ കഴിയില്ല. കാരണം ഈ അടയാളങ്ങൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കാനേ കഴിയുള്ളൂ. അപ്പോൾ ഈ സീഗകൾ നമ്മൾ മനസ്സിലാക്കിയാൽ, അതായത് ഒരു ഫിയൽ ഈ ഒരു സീഗയിലാണ് വരിക, ഇസ്മി ഈ ഒരു സീഗയിലാണ് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഒരു പദങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ, ഈ ജറോ തൻവീനോ അല്ലെ കാഫോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഇസ്മാണോ ഫിയലാണെന്നോ മനസ്സിലാക്കാൻ കഴിയും. ആ സീഗകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, സീഗകൾ 2 രൂപത്തിലുണ്ട്. ഖിയാസിയായ സീഗകൾ, സമാഇയായ സീഗകൾ. എന്താണ് സമാഇയായ സീഗകൾ എന്നുകൊണ്ട് ഉദ്ദേശമെന്ന് ആർക്കെങ്കിലും അറിയോ? അറബികൾ വഴിയായിട്ട് വന്നത്, അതായത് ഖിയാസിന് സ്ഥാനമില്ലാതെ കേട്ടറിവായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഒരു ഉദാഹരണം പറയാമോ? ഏതിനുള്ള ഉദാഹരണം? അതൊരു സമാഇയായ സീഗന്റെ ഒരു ഉദാഹരണം. സമാഇയാന്റെ സീഗന്റെ ഉദാഹരണം അറിയില്ല. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഒരു സമാഇയായ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ അർദ് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ, അർദ് എന്നുള്ളത് നമുക്ക് അത് 3 അക്ഷരം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫഅൽ എന്ന് പറയാം. അതായത് അർദ് എന്നുള്ള ഫസ്റ്റത്തെ അക്ഷരം എന്താണ്, മഫ്തൂഹാണ്. രണ്ടാമത്തെ അക്ഷരം സുക്കൂനാണ്. മൂന്നാമത്തെ അക്ഷരം പിന്നെ ഇഅ്റാബ് ആയതുകൊണ്ട് അത് നമുക്ക് എന്തും ആകാം. അപ്പോൾ ഫഅൽ എന്നുള്ള വസ്നിലാണ് ഇപ്പോൾ അർദ് എന്ന് വന്നിട്ടുള്ളത്. പക്ഷെ ആ ഒരു വസ്നിൽ വന്നാൽ ഒറ്റൊരർത്ഥത്തിലേക്ക് അറിയിക്കുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ഒരു മസ്തറിൻ്റെ സീഗയോ അല്ല അങ്ങനെ ഒരു ഖിയാസിയായിട്ടുള്ള നമുക്കൊരു ഖാഇദ പറയാൻ പറ്റുന്ന ഒരു സീഗയല്ല അത്. കാരണം അത് ധാരാളം വിശാലമായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ വേറൊരു ഇതെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇഫ്ആൽ എന്നുള്ളൊരു വസ്ന എടുക്കുകയാണെങ്കിൽ, ഇഫ്ആൽ എന്നുള്ള സീഗ എടുക്കുകയാണെങ്കിൽ, ആ സീഗ ഏയിലാണ് വരിക എന്നറിയോ? ഇഫ്ആൽ എന്നുള്ള സീഗ ഖിയാസിയിലാണ് വരിക. ഖിയാസിയാണ്. ഏതിൻ്റെ എന്തിലാണ്? ഓക്കെ, അഫ്ആൽ ബാബിൻ്റെ മസ്തറായിട്ട്. അപ്പോൾ ഇഫ്ആൽ എന്നുള്ള ഒരു രൂപത്തിൽ ഇങ്ങനെ വന്നാൽ, അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇബ്രാസ്, അല്ലെങ്കിൽ ഒരു അഫ്ആല അക്രമ ഇക്റാം, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്കത് ഈ ഒരു വസ്നിൻ്റെ ഇഫ്ആൽ വസ്നിലായതുകൊണ്ട് തന്നെ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാം. പെട്ടെന്ന് അത് ഒരു ഫിഅൽ, ഒരു ഇസ്മാണ്, അതായത് മസ്തറാണ്, ഈ ഫിഅലിൻ്റെ മസ്തറാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 രൂപത്തിലുള്ള സീഗകളുണ്ട്. സീഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് ഒരു പദം എടുത്താൽ അതിൻ്റെ ആദ്യത്തെ അക്ഷരത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ഫ കൊണ്ടാണ്, രണ്ടാമത്തെ അക്ഷരത്തിനെ നമ്മൾ ഐന് കൊണ്ട് സൂചിപ്പിക്കും, മൂന്നാമത്തെ അക്ഷരത്തിനെ ലാമ് കൊണ്ട് സൂചിപ്പിക്കും. എന്നിട്ട് അതിൻ്റെ ആ പദത്തിൽ എങ്ങനെയാണോ ഹറക്കാത്തുകൾ വന്നത് അതിനനുസരിച്ച് നമ്മൾ ഈ ഫഅലയിലും കൊടുക്കും. ഇനി ആ പദത്തിലൊരു സിയാദായിട്ടുള്ള ഒരു സായിദായിട്ടുള്ള അക്ഷരം ഉണ്ടെങ്കിൽ അത് നമ്മൾ സീഗയിലും കൊടുക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർദ് എന്നതിൻ്റെ വസ്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ഫഅൽ എടുത്തിട്ട് അർദിന് ഏതാണോ ഹറക്കാത്തുകൾ, ഇപ്പോൾ അർദിന് ഫസ്റ്റുള്ള ഹറക്കത്ത് ഫത്ഹത്താണ്, പിന്നെ സുക്കൂനാണ്, പിന്നെ അവസാനത്തെ ഇറാബിൻ്റെ ഹറക്കത്തായതുകൊണ്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫഅലുൻ എന്നാണ് നമ്മൾ അർദുൻ എന്നുള്ളതിന് നമ്മളൊരു സീഗ കൊടുക്കുക. അതേപോലെ ഏതും ഇക്റാം എടുക്കുകയാണെങ്കിൽ ഇക്റാമിൻ്റെ ആദ്യത്തെ ഹർക്കത്ത് കസ്റത്താണ്, രണ്ടാമത്തെ സുക്കൂനാണ്, മൂന്നാമത്തെ ഫത്ഹത്ത്, പിന്നെ ഒരു അലിഫ്, പിന്നെ ഒരു അവസാനത്തെ ഇറാബിൻ്റെ ഹർക്കത്തും. അപ്പോൾ ഇക്റാം എന്നുള്ളത് ഇഫ്ആലുൻ. അപ്പോൾ നമുക്ക് ഈ ഒരു സീഗ, ഈ ഒരു അതിന് നമ്മൾക്ക് ഫോം എന്നോ അല്ലെങ്കിൽ ടെംപ്ലേറ്റ് എന്നൊക്കെ വിളിക്കുക ഇംഗ്ലീഷിൽ, അതായത് സീഗ എന്ന് പറയുന്നത്. ആ ഒരു ടെംപ്ലേറ്റിൽ വന്നാൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാം ഇസ്മാണോ ഫിഅലാണോ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജുംലയുടെ ആ ഒരു സഹായം ഇല്ലാതെ തന്നെ ഈ കസ്റത്തോ അല്ലെങ്കിൽ അലിഫ്ലാമോ അല്ലെങ്കിൽ ഫിഅലിനെ അറിയിക്കുന്ന അലാമത്തുകളൊന്നും ഇല്ലാതെ ഒരു കലിമത്ത് നമ്മൾ സെപ്പറേറ്റ് കണ്ടാൽ തന്നെ നമുക്ക് അത് ഇസ്മാണോ ഫിഅലാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് അതിൻ്റെ സീഗ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ സീഗയിൽ കുറേ സമാഇയായ സീഗകളുണ്ട്. സമാഇയായ സീഗകൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഉദാഹരണമായിട്ട് ഫാഇൽ എന്നുള്ളൊരു സീഗ എന്ന് പറയുന്നത് ഒരു ഖിയാസിയായ സീഗയാണ്. അതായത് ആ ഫാഇൽ വസ്നിൽ നമുക്ക് എത്രയോ പദങ്ങൾ ഉണ്ടാക്കാൻ കഴിയും.
ഇപ്പോൾ കതബ എടുക്കുകയാണെങ്കിൽ കാത്തിബ് എന്ന് പറയാം, ദറസ എടുക്കുകയാണെങ്കിൽ ദാരിസ് എന്ന് പറയാം. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ സുലാസിയായ ഫിയലുകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ദാരിസ്, കാത്തിബ്, പിന്നെ വേറെ എന്താ പറയുക ആമിർ, അങ്ങനെ ഏതും പറയാം, നാസിർ, ലാരിബ്, അങ്ങനെ ആ ഫാഇൽ എന്നുള്ള സിഗയിൽ ധാരാളം പദങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ ഒരു പ്രത്യേക ഒരു അർത്ഥത്തിലേക്കോ അല്ലെങ്കിൽ പ്രത്യേക ഒരു കാറ്റഗറിയിലേക്കോ ഒന്നും സൂചിപ്പിക്കാതെ ചില വസ്നുകൾ വരും. ആ വസ്നുകൾക്കാണ് നമ്മൾ സമാഇ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖിയാസിയായ വസ്നുകൾ മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് എന്താക്കാം, ഈ ഒരു പദം ഏതാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കാത്തിബ് എന്നുള്ളത് ഇസ്മാണെന്നതിനെ അറിയിക്കുന്ന എങ്ങനെയാണ് നമുക്ക് കാത്തിബ് ഇസ്മാണെന്ന് പറയാൻ പറ്റുക, അതിനൊരു തെളിവായിട്ട് പറയാൻ പറ്റുക? ഫാഇൽ വസ്ന് വന്നതാണ്. ഫാഇൽ വസ്ന് എന്ന് പറയുന്നത് ഇസ്മു ഫായിലിൻ്റെ വസ്നാണ്. ഇസ്മു ഫായിൽ എന്ന് പറഞ്ഞാൽ ഇസ്മാണല്ലോ, ഇസ്മു ഫായിൽ എന്നാണ് നമ്മൾ പേര് വെച്ചിട്ടുള്ളത്, ഇസ്മാണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ വേറൊരു മഫ്ഊൽ എന്ന് മക്തൂബ് എന്ന് വന്നു, അല്ലെ മൻസൂർ എന്ന് വന്നു. ആ പദം ഇസ്മാണെന്നതിൻ്റെ തെളിവെന്താ? അതായത് മഫ്ഊൽ വസ്നിൽ വന്നു. മഫ്ഊൽ വസ്ന് എന്ന് പറഞ്ഞാൽ ഇസ്മു മഫ്ഊലിനുള്ള വസ്നാണ്, അല്ലെ സീഗയാണെന്ന് നമുക്ക് പറയാം. അതേപോലെ അതാണ് സീഗ ഖിയാസിയ എന്ന് പറയുന്നത്. അതായത് ഖിയാസിയായ നമുക്കൊരു നിയമമുണ്ട്, ആ നിയമത്തിന് അത്രയേ നമുക്ക് ഉണ്ടാക്കാം ഓരോ പദങ്ങൾ എടുത്തിട്ട്. ഇപ്പോൾ കത്തബ എന്നതിന് മക്തൂബ് എന്നുണ്ടാക്കാം, ദറബ എന്നതിന് മത്റൂബ്, അതായത് മുതഅദ്ദിയായ ഫിഅലാവണം എന്നുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനാണ് സീഗ ഖിയാസിയ എന്ന് പറയുന്നത്. ഈ സീഗകൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്താക്കാം, പെട്ടെന്ന് പദങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ അതിൻ്റെ കാറ്റഗറി ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സീഗകൾ മനസ്സിലാക്കുന്നത് നമ്മളെ പെട്ടെന്ന് ഈ ഒരു കാറ്റഗറി മനസ്സിലാക്കാൻ കഴിയും എന്നാണ്. അപ്പോൾ സീഗകളിൽ സമാഇയായ സീഗകളുണ്ട്, ഖിയാസിയായ സീഗകളുണ്ട്. ഖിയാസിയായ സീഗകൾ നമുക്കറിയാം കൂടുതലും സുലാസി മസീദിലാണ് വരിക. അതായത് നമുക്കറിയാം ഫഅല യഫഅലു അല്ലെങ്കിൽ ഫഅല യഫഉലു, ഫഅല യഫഅലു അങ്ങനെയൊക്കെ വരുന്നത്. ഇപ്പോൾ ഫഅല യഫഉലു എന്നുള്ളതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നസറ യൻസുറു. അതൊക്കെ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ മുളാരിയ എന്ന് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിക്ഷണറി നോക്കി തന്നെ മനസ്സിലാക്കണം. കാരണം നമുക്കൊരു ഖാഇദ ഇല്ല അതിൽ. നമുക്കറിയുന്ന കുറച്ച് ഫിയലുകൾ ഉണ്ടാവും, നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ടാണ്, അതിലൊരു പ്രത്യേകിച്ച് ഖാഇദ ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിയലുകൾ മനസ്സിലാക്കണമെങ്കിൽ, അതായത് സുലാസിയായ ഫിയൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഡിക്ഷണറി നോക്കുക തന്നെ വേണം. പക്ഷേ നമുക്ക് മസീദ് വരികയാണെങ്കിൽ, അതായത് 3 അക്ഷരത്തിൽ കൂടുതലുള്ള ഫിയലുകൾ വരികയാണെങ്കിൽ അതിൻ്റെ മാദി എങ്ങനെയാണ് വരിക, അതിൻ്റെ മുളാരിയ എങ്ങനെയാണ് വരിക, അതേപോലെ തന്നെ അതിൽ നിന്ന് മസ്തർ എങ്ങനെയാണ് വരിക, അതിൻ്റെ ഇസ്മു ഫാഇൽ എങ്ങനെയാണ് വരിക, ഇസ്മു ഫഊൽ എങ്ങനെയാണ് വരിക, അതൊക്കെ നമുക്ക് ഒരു കറക്റ്റ് ഒരു ഓർഡറിൽ അല്ലെങ്കിൽ കറക്റ്റ് ഒരു ടെംപ്ലേറ്റിൽ ഇങ്ങനെ വരികയുള്ളൂ. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ധാരാളം എന്താ പറയുക സീഗകൾ, അല്ലെങ്കിൽ ഏകദേശം ഒരു 12ഓളം സീഗകൾ നമുക്ക്, ഒരു മഷ്ഹൂറായ സീഗകൾ നമുക്ക് ഈ ഒരു സുലാസി മസീദിൽ കാണാം. ഉദാഹരണമായിട്ട് ആദ്യമായിട്ട് അഫ്ആല എന്നുള്ള സീഗ എടുക്കുകയാണെങ്കിൽ അത് ഫിഅൽ മാദിയാണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ മുളാരി എപ്പോഴും യുഫ്ഇലു എന്നേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഖാഇദ കിട്ടി, ഒരു ഒരു ഗ്രാമർ ആയിട്ടുള്ള ഒരു മെത്തേഡ് കിട്ടി. അപ്പോൾ ആ മെത്തേഡിനനുസരിച്ച് നമ്മൾ ഖിയാസ് ചെയ്താൽ മതി, നമ്മൾ ഇതാക്കിയാൽ മതി, ചിന്തിച്ചാൽ മതി. അപ്പോൾ അഫ്ആല എന്നത് യുഫ്ഇലു എന്നേ വരുള്ളൂ. അതിനുശേഷം അതിൻ്റെ മസ്ദർ ഇഫ്ആൽ എന്നേ വരുള്ളൂ. അതിനുശേഷം അതിൻ്റെ ഇസ്മു ഫാഇൽ മുഫ്ഇൽ എന്നേ വരുള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ ഇസ്മു മഫ്ഊൽ മുഫ്അൽ എന്നേ വരുള്ളൂ. ഉദാഹരണമായിട്ട് അബ്രസ എന്നെടുക്കുകയാണെങ്കിൽ ആ ഫിഅൽ നമുക്ക് അബ്രസ യുബരിസു, ഇബ്രാസ്, മുബരിസ്, മുബ്രസ്. അപ്പോൾ ആ ഒരു ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫഅല വസ്നിൽ വരുന്ന എല്ലാ ഫിഅലുകളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ അതിൻ്റെ മസ്ദർ എങ്ങനെയാണ്, ഇസ്മു ഫാഇൽ എങ്ങനെയാണ്, ഇസ്മു മഫ്ഊൽ എങ്ങനെയാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം, ഇവിടെ അഫ്അല എന്നുള്ളതും അതിൻ്റെ എന്താ പറയുക മുളാരി യുഫ്ഇലു എന്നുള്ളതും 2 ഫിഅലിൻ്റെ സീഗകളാണ്. അതിൽ നിന്ന് വരുന്ന 3 ഇസ്മുകളാണിത്. അതായത് മസ്ദർ, ഇസ്മു ഫാഇൽ, ഇസ്മു മഫ്ഊൽ എന്നുള്ളത് 3 ഇസ്മുകളാണ്. അപ്പോൾ അത് ഇസ്മാണെന്ന് അറിയാനുള്ള ഒരു അലാമത്താണ് ഏത്, ഈ ഒരു സീഗയിൽ വരിക എന്നുള്ളത്. അതേപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ സീഗകളും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഇപ്പോൾ ഫഅല എന്നുള്ള വസ്നിൽ വരികയാണെങ്കിൽ, ഉദാഹരണമായിട്ട് റക്കസ എന്ന് വരികയാണെങ്കിൽ റക്കസ എപ്പോഴും അതിൻ്റെ മുളാരി യുറക്കിസു എന്നായിരിക്കും. ആ ഒരു ഇതിൽ വരുന്ന എല്ലാ ഫിയലുകളും അങ്ങനെ വരിക. അതിൻ്റെ മസ്ദർ തർക്കീസ് എന്നായിരിക്കും. പിന്നെ മുറക്കിസ്, മുറക്കസ്. ഇനി നമ്മൾ അടുത്ത വസ്ന് എടുക്കുകയാണെങ്കിൽ ഫഅല. ഇതൊക്കെ 4 അക്ഷരമുള്ള ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ അഫ്അല 4 അക്ഷരം, ഫഅല 4, ഫഅല 4. 4 എന്ന് പറയുന്നത് ഒരു സായിദ്യം കൂട്ടിയിട്ടാണ് പറയുന്നത്. ലാഹദ എന്നുള്ള നമ്മളൊരു ഫിയൽ എടുക്കുകയാണെങ്കിൽ
അതിൻ്റെ മുലാരി യുലാഹിദു യുഫാഇലു എന്നുള്ള രൂപത്തിലാണ് വരിക. പിന്നെ മുലാഹദത്ത് മുലാഹിദ് മുലാഹദ്. അപ്പോൾ അല്ലെങ്കിൽ ഷാറക്ക യുഷാരിക്കു മുഷാറക്കത്ത് മുഷാരിക്ക് മുഷാറക്ക്. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് എന്താക്കാം, ഒരു സ്ഥലത്ത് നമ്മൾ മുഷാറക്കത്ത് എന്ന് കണ്ടാൽ അത് ഇസ്മാണെന്ന് മനസ്സിലാക്കാനുള്ള അടയാളം എന്താണ്? മസ്തറാണ്. മസ്തർ ഇസ്മാണെന്ന് നമുക്കറിയാം. അപ്പോൾ മുഷാറക്കത്ത് മുഫാഅലത്ത് വസ്നിൽ വന്നതാണ്. അപ്പോൾ ഈ ഒരു സിയകൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് നമ്മളെ പെട്ടെന്ന് എന്താക്കാം, ഈ ഒരു ഫിയലിനെ ക്യാച്ച് ചെയ്യാൻ, ഫിയലാണെന്ന് ക്യാച്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. അതിനുശേഷം 5 അക്ഷരങ്ങളുള്ള ഫിയലുകൾ നോക്കുകയാണെങ്കിൽ തഫഅല എന്നുള്ള വസ്നിൽ വരുന്ന ഒരു ഫിയൽ എടുക്കുകയാണെങ്കിൽ തഫറദ. തഫറദൻ്റെ മുളാരിഅ് യതഫറദു തഫറുജ് പിന്നെ മുതഫരിദ് മുതഫറജ്. അപ്പോൾ ഈ ഒരു രൂപത്തിലേ വരുള്ളൂ. അതേപോലെ തന്നെ തഫാഅല എടുക്കുകയാണെങ്കിൽ തഫാഅല എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം കൊള്ളുക എന്നാണ് തഫാഅലൻ്റെ അർത്ഥം. അപ്പോൾ തഫാഅല യതഫാഅലു തഫാഉൽ മുതഫാഇൽ മുതഫാഅൽ. അപ്പോൾ ആ ഒരു രൂപത്തിൽ വരുന്നത്. നമ്മൾ അതിൽ തന്നെ 2 സിയകളും കൂടിയുണ്ട്, 2 വസ്നുകൾ കൂടിയുണ്ട്. ഒന്ന് ഇഫ്തഅല എന്നുള്ളത്. ഇഫ്തഅല നമ്മൾ ഉദാഹരണം, ഇഫ്തഅല എന്ന് പറഞ്ഞാൽ ധാരാളം വരുന്നൊരു സിയയാണ്. എഴുത്തമദ നമ്മൾ പറയുകയാണെങ്കിൽ എഴുത്തമദ യഅ്തമിദു ഇഅ്തിമാദ് മുഅ്തമിദ് മുഅ്തമദ്. വേറൊരു സിയയാണ് ഇൻഫഅല. അതിൽ ഇൻദസറ എൻദസിറു ഇന്ദിസാർ മുൻദസിർ മുൻദസർ. മുൻദസർ എന്നുള്ളത് ഒരു ഇതിൻ്റെ കൂടെ പ്രയോഗിക്കുള്ളൂ, ഒരു ഹർഫ് ജറിൻ്റെ കൂടെ പ്രയോഗിക്കുള്ളൂ. കാരണം ഇൻഫഅല വസ്ന് ലാസിമാണ്. പിന്നെ അതേപോലെ വേറൊരു 6 അക്ഷരങ്ങളുള്ള ഒരു സിയഖയാണ് ഇസ്തഫഅല എന്നുള്ളത്. ഇസ്തഫഅല എന്നുള്ള അത് വരുന്നത്, ഉദാഹരണമായിട്ട് ഇസ്തസ്മറ എടുക്കുകയാണെങ്കിൽ ഇസ്തസ്മറ യസ്തസ്മിറു ഇസ്തിസ്മാർ മുസ്തസ്മിർ മുസ്തസ്മർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സിയഖകൾ ഇതാണ് അഷ്ഹറായിട്ടുള്ള സിയഖകൾ. ഇതിൽ ഇഫ്അല്ല അങ്ങനെ കുറച്ച് സിയഖകളൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് സ്ഥലങ്ങളിലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും ഉപയോഗത്തിൽ വരുന്ന കുറച്ച് സിയഖകൾ മാത്രം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 4 സിയഖകൾ 1 2 3 പിന്നെ അതിന് ശേഷം ഒരു 4 7 8 സിയഖകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ മസ്തർ എങ്ങനെയാണ്, അതായത് ഒന്നാമത് വരുന്നതൊക്കെ ഇതിൽ ഫിഅൽ മാദി ആയിരിക്കും, രണ്ടാമത് വരുന്നത് ഫിഅൽ മുളാരി ആയിരിക്കും, മൂന്നാമത് മസ്തർ, നാലാമത്തെ ഇസ്മു ഫാഇൽ, അഞ്ചാമത്തെ ഇസ്മു മഫ്ഊൽ. അപ്പോൾ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി വെച്ചാൽ ഏകദേശം സായിദിയായിട്ടുള്ള, അതായത് സുലാസി മസീദിലുള്ള എല്ലാ ഫിയലുകൾ, ഏകദേശം ഫിയലുകളൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ പെട്ടെന്ന് എന്താക്കാൻ കഴിയും, നമുക്ക് ഈ കാറ്റഗറി മനസ്സിലാക്കാൻ കഴിയും. ഇസ്മാണോ ഫിയലാണോ ഹർഫാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു നഹ്വിയായ അലാമത്തുകൾക്ക് പുറമെ ഇതിന് സർഫിയായ അലാമത്ത് എന്നാണ് പറയുക. കാരണം എന്താ, ഇത് നമുക്ക് സർഫിയായ അലാമത്ത് എന്നാണ് പറയാൻ പറ്റുക, അല്ലെ സർഫിയായ കരീനത്ത് എന്നാണ് പറയുക. കാരണം എന്താണ്, സർഫിലൂടെയാണ് മനസ്സിലാക്കപ്പെടുന്നത്. അതായത് ഒരു ജുംലയിൽ വരുമ്പോഴല്ല നമ്മൾ അതിനെ മനസ്സിലാക്കണം. ജുംലയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ആ ഒരു അലാമത്ത് ഉണ്ടാവും. ഇപ്പോൾ മിൻ സെയ്ദിൻ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെ മിൻ സെയ്ദിൻ എന്ന് പറയുമ്പോൾ ആ മിൻ എന്നുള്ള അലാമത്തും അതേപോലെ തന്നെ ആ സെയ്ദിൻ എന്നുള്ള ആ കെസ്റത്ത് ഉണ്ടല്ലോ, ആ ജറൊക്കെ നമുക്കൊരു ജുംലയിൽ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആ സെയ്ദ് എന്നുള്ള നമ്മൾ ആ ഒരു ജുംലയിൽ നിന്ന് എടുക്കുന്നതോടുകൂടെ നമുക്ക് ആ ഒരു അലാമത്തുകൾ അവിടെ ഇല്ല. പക്ഷേ ഇപ്പോൾ മിൻ കാത്തിബിൻ എന്ന് പറയുന്നിടത്ത് നമ്മൾ ആ കാത്തിബ് ആ ജുംലയിൽ നിന്ന് എടുത്താലും ഈ കാത്തിബ് ഇസ്മു ഫായിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കൊണ്ട് ഇസ്മാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഈ കരീനകൾ അല്ലെങ്കിൽ ഈ അടയാളങ്ങൾ നമുക്ക് ഒരു സർഫിയ അടയാളമാണ്. കാരണം നമുക്കത് ഒരു ജുംലയിൽ നിന്ന് ആ പദത്തെ എടുത്താലും ഈ ആലാമത്തുകൾ അല്ലെങ്കിൽ ഈ ഖറായിനുകൾ അതിൻ്റെ കൂടെ ഉണ്ട്. മറ്റടുത്ത് നമ്മൾ പറഞ്ഞ അടയാളങ്ങളൊക്കെ എന്താണ്, നഹ്വിയ അടയാളങ്ങളാണ്. അതായത് നഹ്വിൽ ആ ഒരു ജുംലയിൽ വരുമ്പോഴുള്ള അടയാളങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു ഈ ഒരു സിയകളെ കുറിച്ചിട്ട്. ഈ ഒരു പറഞ്ഞ കാര്യമോ? ഓക്കെ. അതായത് നമ്മൾ ഫിയലുകൾ വരുന്നത്, ഇപ്പോൾ ഫിയലുകൾ നമുക്കറിയാം. ഇപ്പോൾ നസറ എന്നുള്ളൊരു ഫിയൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുളാരി യൻസുറു എന്നായിരിക്കും.
അപ്പോൾ അത് നമുക്ക് ആ ഫിയലിൻ്റെ മുതാരി യൻസുറു എന്നാണ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഡിക്ഷണറി നോക്കുക തന്നെ വേണം. കാരണം ഇത് യൻസുറു എന്നാവാം, യൻസിറു എന്നാകാം, യൻസറു എന്നാകാം. യൻസുറു എന്ന് തീരുമാനിക്കുന്നത് അറബികൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് അതേപോലെ നമ്മൾ മനസ്സിലാക്കിയല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ ഞാനിവിടെ കൊടുത്ത ഈ ഒരു വസ്നുകളുണ്ടല്ലോ, അത് വസ്നി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു അക്രമ എന്നുള്ളൊരു പദം നമ്മൾ എടുത്താൽ ആ അക്രമ എന്നത് യോജിച്ച് വരുന്നത് ഏതിനോടാണ്? ഈ അഫാല വസ്നിനോടാണ്. അപ്പോൾ അക്രമ എന്നുള്ള പദം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ അക്രമ എന്നുള്ളത് നമുക്ക് പറയാം, അതായത് നമ്മൾ ആ അക്രമം എടുത്തതിന് ശേഷം അതിനെ നേരെ അപ്പുറത്ത് നമ്മൾ ഫഅല എന്നുള്ള ഒരു ഇത് വെക്കും. അതായത് ഈ ഫഅല എന്നുള്ള ഒരു ടെംപ്ലേറ്റ് പോലെയാണ്. ആ ടെംപ്ലേറ്റിൽ നമ്മൾ ആ അക്രമയിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പുറത്തും വെക്കും. എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ വസ്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അക്രമ എന്നുള്ളതിൽ അബ്രസ എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താക്കും? ഈ ഫ, ഐന്, ലാമ് എന്നിവിടെ കൊണ്ടുവരും. അതിന് ശേഷം ഈ അബ്രസ എന്നുള്ളതിലുള്ള ഹംസ ആദ്യം കൊണ്ടുവരും. പിന്നെ ഈ ഫായിന് സുക്കൂന്, അടുത്ത അക്ഷരത്തിന് ഫത്ഹത്ത്, അതിൻ്റെ അവസാനത്തതിന് നമ്മളെന്താക്കും? അവിടെ ഒരു ഫത്ഹ്. അങ്ങനെയാണ് നമുക്ക് അഫ്അല എന്നുള്ള ഒരു വസ്ന് കിട്ടണം, അല്ല ഒരു സീഗ കിട്ടണം. ആ സീഗയിൽ വരുമ്പോൾ, അതായത് ഈ അഫ്അല എന്നുള്ളതിൻ്റെ സീഗ, ആ അഫ്അല എന്നുള്ള ആ ഒരു വസ്ന് അതിൻ്റെ മുതാരി എപ്പോഴും യുഫ്ഇലു എന്നേ വരുള്ളൂ. അതായത് അക്രമ എന്ന് വന്നാൽ അതിൻ്റെ മുതാരി എപ്പോഴും യുക്രിമു എന്നേ വരുള്ളൂ. നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട, അല്ല ഡിക്ഷണറി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മസ്തർ മസ്തർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന, ഇപ്പോൾ ചെയ്യൽ എന്ന് പറയും. ഇപ്പോൾ അക്രമ എന്ന് പറഞ്ഞാൽ ഒരാളെ ബഹുമാനിക്കുക എന്നാണ്. അപ്പോൾ മാദിയായി പറയുമ്പോൾ ബഹുമാനിച്ചു, യുക്രിമു എന്ന് പറയുമ്പോൾ ബഹുമാനിക്കും, ഇക്രാം എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കൽ, മുക്രിം എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്നവൻ, മുക്രം എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെട്ടവൻ. അപ്പോൾ ഈ ഒരു പദങ്ങളൊക്കെ നമ്മൾ ഈ ഒറ്റ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമുക്ക് ഈ കായിക മനസ്സിലാക്കിയാൽ, ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാം നമുക്ക് അങ്ങനെ എന്താക്കാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് കൂടുതൽ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി മനസ്സിലാവും. പിന്നെ ഞാനിതൊരു ആഡ് ഓൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പറഞ്ഞൊരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഇതിന് ഈ പ്രത്യേക ഒരു അർത്ഥം ഉണ്ടാവില്ലേ ഈ സിയകൾക്ക്? പ്രത്യേക അർത്ഥമുണ്ട്. അതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ എന്താ പറയുക, ബിഗിനേഴ്സോ അല്ലെങ്കിൽ കുറച്ചും കൂടി താഴെയുള്ള ആൾക്കാർക്ക് പിന്നെ കുറച്ചും കൂടി ഇതാക്കിയിട്ട് പറയലായിരിക്കും നല്ലത്. അത് നിങ്ങൾക്ക് ആരാണോ ഒരു പേഴ്സണൽ അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അക്രമ എന്നുള്ളത് ഞാൻ ഒരു ഓവറോൾ അല്ലെങ്കിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ അക്രമ എന്നുള്ളത് കൂടുതലും നമ്മൾ ഒരു മാദിയായ ഒരു ഫിയലിനെ അല്ലെങ്കിൽ സുലാസിയായ ഒരു ഫിയലിനെ മുത്താദ്ദിയാക്കാനാണ് വരിക. ഇപ്പോൾ ഖറജ എന്ന് പറയുന്നത് പുറപ്പെട്ടു എന്നാണ്. അപ്പോൾ ഒരാളെ പുറപ്പെടിച്ചു എന്നുള്ള അർത്ഥം പറയുകയാണെങ്കിൽ നമ്മൾ അഖ്റജ എന്ന് പറയും. ഖറജ എന്നുള്ളതിൻ്റെ അഖ്റജയിലേക്ക് പറയും. അപ്പോൾ സുലാസിയെ മുത്താദ്ദിയാക്കുന്നതാണ് പ്രധാനമായിട്ട് അഫ്ആല വസ്നിൽ. അതേപോലെ തന്നെ ഫഅല് അതേമാതിരി തന്നെ. അപ്പോൾ ഫരിഹ എന്ന് പറഞ്ഞാൽ ഒരാൾ സന്തോഷിച്ചു എന്നാണ്. ഫറഹ എന്ന് പറഞ്ഞാൽ ഒരാളെ സന്തോഷിപ്പിച്ചു എന്നാവും. ഇനി ഫഅല വസ്നാണെങ്കിൽ അത് നമ്മൾ രണ്ടാൾ പരസ്പരം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ നാഖഷ എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ, അതായത് രണ്ടാൾ പരസ്പരം ചർച്ച ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. മുഷാറക്ക എന്ന് പറയും അതിൻ്റെ അർത്ഥത്തിന്. ഫഅല എന്നുള്ളത് അതിനാണ് കൂടുതൽ വരിക. അതേപോലെ തന്നെ തഫഅല എന്നുള്ളതും തഫഅല എന്നുള്ളതും ഇതിൻ്റെ, അതായത് ഫഅലൻ്റെ ബാക്കിയാണ് ഈ തഫഅലും തഫഅലയും. അപ്പോൾ ഇതിന് ശേഷം വരുന്നത്, ഇപ്പോൾ ഒരാൾ പറയാണ് അല്ലംതുഹു ഫതഅല്ലമ, അതായത് ഞാൻ ഒരാളെ പഠിപ്പിച്ചപ്പോൾ അയാൾ പഠിച്ചു എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ അല്ലമൻ്റെ ബാക്കി, അല്ലമ എന്ന് പറഞ്ഞാൽ ഒരാളെ പഠിപ്പിച്ചു. അപ്പോൾ അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, അല്ലമ എന്ന് പറയുമ്പോൾ ഒരാളെ അറിയിപ്പിച്ചു അല്ലെങ്കിൽ പഠിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിന്. അപ്പോൾ അയാൾ പഠിച്ചു എന്ന് പറയുമ്പോൾ, അതായത് അല്ലമൻ്റെ ബാക്കിയായിട്ടാണ് ഈ തഫഅല വസ്ന് വരിക. അപ്പോൾ അല്ലമ ഫതഅല്ലമ, ഒരാളത്തെ അല്ലംതുഹു ഫതഅല്ലമ, ഒരാളെ ഞാൻ പഠിപ്പിച്ചപ്പോൾ അയാൾ പഠിച്ചു എന്നുള്ള ഒരു രൂപത്തിലാണ് ഈ തഫഅല വരിക. ഇനി ഫഅലൻ്റെ അതേപോലെ ഇപ്പോൾ ഖാബൽതുഹു ഫതഖാബല, അല്ലെങ്കിൽ ആ ഒരു ഫഅല വസ്നിൽ വരുന്നതിൻ്റെ അർത്ഥത്തിലേക്ക്, അതായത് ഫഅല വസ്നിൽ വരുമ്പോൾ നമ്മൾ അയാളെ ചെയ്യിപ്പിച്ചു എന്നാണ്. അപ്പോൾ അയാൾ പഠിച്ചു അല്ലെ പഠിപ്പിച്ചപ്പോൾ പഠിച്ചു, ആ ഒരു രൂപത്തിൽ വരുന്ന ഇതായിരിക്കും ഈ രണ്ട് വസ്നുകൾ. അതായത് ഈ ഫഅലയിൽ നിന്ന് വരുന്നത് തഫഅലയും ഫഅലയിൽ നിന്ന് വരുന്നത് തഫഅലയും.
അതേപോലെ അതിന് ശേഷം ഇഫ്താല ആണെങ്കിൽ അതിന് പല അർത്ഥങ്ങളുമുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരാളെ ഫഅലൻ്റെ കൂടുതലും അർത്ഥങ്ങളാണ് വരിക. ഇൻഫഅല ലാസിമായിട്ടാണ് വരിക. ഇസ്തഫഅല വരികയാണെങ്കിൽ നമ്മൾ ഒരാളോട് ഒരു കാര്യം തേടുക. ഇപ്പോൾ ഇസ്തഗ്ഫറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് കൂടുതൽ ആവശ്യമുള്ളവർ എന്നോട് PM ചോദിച്ചാൽ മതി. കാരണം ഇതിങ്ങനെ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞാൽ പിന്നെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് എന്തായി പോകും, കൂടുതൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ. അപ്പോൾ ഒരു എന്താ പറയുക ഗ്രാജുവലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഇസ്മിനെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഫിയലിനെ കണ്ടാൽ ആ ഫിയലിൽ നിന്നോ അല്ല ഇസ്മിൽ നിന്നോ നമുക്ക് കിട്ടുന്ന ഒരു ക്ലൂ ആണ് അതിൻ്റെ സീഗ മനസ്സിലാക്കുക എന്നുള്ളത്. സീഗ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പദം എടുത്തതിന് ശേഷം അതിനെ നമുക്ക് ഫ ഐന് ലാമ് എന്നതിനോട് യോജിപ്പിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് റെഡിയാക്കുക. എന്നിട്ട് ആ പദത്തിലുള്ള ഹർക്കത്തുകൾ ഇതിനും കൊടുക്കുക. എന്നൊരു നമുക്കൊരു ഇത് കിട്ടും. ഇപ്പോൾ ഉദാഹരണമായിട്ട് റക്കസ എന്നാണെങ്കിൽ നമ്മൾ ആദ്യം ഫ എടുക്കുക, എന്നിട്ട് അതിന് ശേഷം ഐനെടുക്കുക, അതിന് ശേഷം ലാം എടുക്കുക. എന്നിട്ട് ഈ പദത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെയും കൊടുക്കുക. അതായത് റാഇൻ്റെ ഫത്ഹത്ത് ഇവിടെ കൊടുത്തു, പിന്നെ കാഫ് ഇവിടെ 2 വട്ടം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഐന് 2 വട്ടം കൊടുത്തു, എന്നിട്ട് സ എന്നുള്ളതിന് നമ്മൾ ഫത്ഹത്ത് കൊടുത്തു. അപ്പോൾ ഫഅല എന്നുള്ളത് റക്കസ എന്നുള്ളതിനനുസരിച്ച് നമ്മൾ റക്കസ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യലാണ് സീഗ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വരികയാണെങ്കിൽ, അതായത് ഇങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താക്കാം, ക്യാച്ച് ചെയ്യാം മറ്റേ സഹായം ഇല്ലാതെ. ഇത് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രാജുവലി ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്ക് കുറച്ചും കൂടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സുകളിൽ മൊത്തമായിട്ട് പഠിച്ച കാര്യങ്ങൾ മൊത്തം ഇതിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ജുംലയിൽ അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കൈഫ ബദഅത് നശ്അതു ഇൽമിൻ നഹ്വ്. ഇൽമിൻ നഹ്വ് എങ്ങനെയാണ് തുടങ്ങപ്പെട്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫ് ചർച്ച ചെയ്യുന്നത്. ഈ പാരഗ്രാഫ് ആരാന്ന് വായിക്കുക നമുക്ക്, എന്നിട്ട് അതിന് ശേഷം ഇതിലെ ഓരോ പദങ്ങളും എങ്ങനെ വന്നു അതിൻ്റെ അത് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ആരാ അതിൻ്റെ മുമ്പായിട്ടൊന്ന് ആ പാരഗ്രാഫ് വായിക്കുക? വായിച്ചോ. كيف بدأت نشأة علم النحو؟ بعد أن انتشرت الفتوحات الإسلامية واتسعت واختلط العرب الفاتحون بالشعوب الفارسية الرومية والأحباش وغيرهم، دخل الناس في دين الله أفواجا، وتطلب هذا أن يذهب بعضهم بعضا من أجل التجارة والمنافع والتعليم وغير ذلك. فسمع العرب من العجم والعكس، وحاول هؤلاء العجم تعلم ما استطاعوا من العربية حتى أصبحت اللغة العربية هي الأولى بالنسبة إلى الشعوب الإسلامية وقت ذاك. ഓക്കെ, ആ ഒരു പാരഗ്രാഫിൽ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഐഡിയ ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി വേറെ ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിൻ്റെ മൊത്തത്തിൽ ആ ഒരു പാരഗ്രാഫ് പറയുന്ന മെയിൻ ഐഡിയ മാത്രം, അതിൻ്റെ അർത്ഥം വെക്കണമെന്നില്ല, അതിൻ്റെ ഐഡിയ എന്താണെന്നുള്ളത്. ഇസ്ലാം പ്രചരിച്ചതിന് ശേഷം പ്രചരിക്കുന്ന സമയത്ത് ജനങ്ങൾ ഒരുപാട് ഇതിലേക്ക് കയറി വന്നതും പിന്നെ അറബി അതായത് ഇസ്ലാമിക ഫുതുഹാത്തുകൾ ഉണ്ടായത്, അതായത് ഉമവി കാലഘട്ടത്തും അതായത് ഖിലാഫത്ത് റാഷിദയുടെ അവസാന കാലഘട്ടത്തും ഇസ്ലാം ഇങ്ങനെ ഓരോ നാടുകളിലേക്ക് വ്യാപിച്ചപ്പോൾ അറബികളും അല്ലാത്ത എന്താ പറയുക ജനങ്ങളും, അതായത് പേർഷ്യക്കാർ, റോമക്കാർ, എത്യോപ്യക്കാർ, അവരൊക്കെ അങ്ങനെ ധാരാളം ജനങ്ങൾ, ധാരാളം എന്താ പറയുക വ്യത്യസ്തമായ ഇർക്കുകൾ അറബിയിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിജാറത്ത് അല്ലെങ്കിൽ പഠനം അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തവാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ കുറേ അറബികളല്ലാത്തവർ അറബി പഠിച്ചു. അങ്ങനെ അറബി പഠിച്ചു, അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കലരലുണ്ടായപ്പോൾ ആ ആദ്യത്തെ അറബിനുണ്ടായിരുന്ന ആ ഒരു സ്വഫത്ത് ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു
അവർ ചെറുപ്പത്തിലെ പഠിച്ച് വളർന്നത് കൊണ്ട് അവർക്ക് തെറ്റ് വരില്ല. പക്ഷേ ബാക്കിയുള്ളവരോടും കൂടി ഇങ്ങനെ കലർന്നപ്പോൾ അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഫസാഹത്തൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്കൊരു ഇൽമുൻ നഹ്വിൻ്റെ ആവശ്യകത വന്നതെന്നാണ് ഈ ഒരു ശേഷമുള്ള പാരഗ്രാഫിലായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൻ്റെ ആശയമല്ല പ്രധാനം, നമുക്ക് ഇതിൻ്റെ കാറ്റഗറി അല്ലെങ്കിൽ ഇതിൻ്റെ അക്സാമുൽ കലാം ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കലാണ് നമുക്ക് പ്രധാനം. അപ്പോൾ ഈ കൈഫ ബദഅത് നശ്അതു ഇൽമിൻ നഹ്വ് ആ ഒരു പാരഗ്രാഫ് ഇപ്പോൾ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് എന്താവുള്ളൂ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൈഫ ബദഅത് നശ്അതു ഇൽമിൻ നഹ്വ് എന്നുള്ള ആ ഒരു ജുംല എടുക്കുകയാണെങ്കിൽ ആ ഒരു ജുംലയിൽ ഫിഅലുണ്ടോ ഇല്ലേ? ഓക്കെ, ഫിഅലുണ്ട്. ഫിഅൽ ഏതാണ്? ബദഅത്ത് എന്നുള്ളത്. അപ്പോൾ ഈ ബദഅത്ത് എന്നുള്ളത് നിങ്ങൾക്ക് ഫിഅലാണെന്ന് മനസ്സിലാകാൻ നിങ്ങളെ സഹായിച്ചത് എന്താണ്? ഓക്കെ, താഉ തനീസ്. വേറെ ആർക്കെങ്കിലും വേറെ എന്താ പറയാനുണ്ടോ? ഓക്കെ, ഫഅല വസ്നിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മൾ ഫഅല വസ്നിൽ ഒരിക്കലും ഇസ്മ വരില്ല. കാരണം ഫഅൽ എന്നോ അതായത് അവസാനം സുക്കൂനായിട്ട് ഇസ്മ വരുള്ളൂ. കാരണം അതിൻ്റെ അവസാനത്തെ അക്ഷരം തീരുമാനിക്കുന്നത് എന്താണ്? ഇസ്മിൻ്റെ അവസാനത്തെ ഹർക്കത്ത് തീരുമാനിക്കുന്നത് എന്താണ്? അതൊരു ജുംലയിൽ എങ്ങനെ വരുന്നു? അത് ഫായിലായാൽ അതിൻ്റെ അവസാനത്തെ ഹർക്കത്ത് ലമ്മായിരിക്കും. ഇനി അത് മജ്റൂറായി വന്നാൽ അതിൻ്റെ അവസാനത്തെ ഹർക്കത്ത് കസ്റത്തായിരിക്കും. ഇനി മഫഊലക്കായി മൻസൂബായി വന്നാൽ അതിൻ്റെ അവസാനത്തെ അക്ഷരം ഫതഹത്തായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇസ്മിൻ്റെ അവസാനത്തെ ഹർക്കത്ത് എന്ന് പറയുന്നത് ഓരോ ആമിലിനനുസരിച്ച് വ്യത്യാസപ്പെടും. പക്ഷേ ഫിഅൽ അങ്ങനെയല്ല. ഫിഅൽ മുളാരി അല്ലാത്ത എല്ലാ ഫിഅലുകളും അതിൻ്റെ അവസാനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ബദഅ എന്നുള്ളത് ആ ഒരു ഫഅല വസ്നിൽ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ആരാണ് സൗണ്ട്? ഓക്കെ, അപ്പോൾ ബദഅ എന്നുള്ളത് ഒരിക്കലും ആ ഒരു രൂപത്തിലേ വരുള്ളൂ. ബദഅ എന്നുള്ളത് ഒരിക്കലും എന്താവില്ല, വേറെ ഒരു അക്ഷരം മാറുമൊന്നുമില്ല അവസാനത്തെ ഹർക്കത്ത്. അപ്പോൾ അത് ഫിഅൽ മാദി മബ്നിയാണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ശേഷം പഠിക്കും. അപ്പോൾ ആ ഫിഅൽ മാദി ആണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ച പ്രധാനപ്പെട്ട അടയാളം, നമ്മൾ പഠിച്ച അടയാളം എന്ന് പറയുന്നത് അവസാനം താ വന്നു എന്നുള്ളതാണ്. താഉ തനീസ് വന്നു എന്നുള്ളത്. അപ്പോൾ കൈഫ ബദഅത് നശ്അതു ഇൽമിൻ നഹ്വ്. ഇനി ഇതിൽ ഹർഫുകളുണ്ടോ ഈ ഒരു ജുംലയിൽ? ഏതെങ്കിലും ഹർഫുകളുണ്ടോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നു. ഇപ്പോൾ കൈഫ എന്നുള്ളത് ഹർഫാണോ ഇസ്മാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ എന്ന് നിങ്ങൾക്ക് സംശയം വന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ക്ലൂ എന്ന് പറയുന്നത് ഇസ്മാണെങ്കിൽ അതിൽ അലിഫ് ലാമോ അല്ല തൻവീനോ അല്ലെങ്കിൽ കസ്റത്തോ ഉണ്ടാവുക. ഫിഅലാണെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. കൈഫ എന്നുള്ളതിൽ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അതാണ് 3 അക്ഷരമുണ്ട്. ഹർഫല്ല എന്നുള്ളതിലേക്കുള്ള ഒരു ക്ലൂ ആണ് 3 അക്ഷരം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ കൈഫ എന്നുള്ളത് എങ്ങനെ നമുക്ക് തീരുമാനിക്കാം, എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അതൊരു ഇസ്മാണ് അല്ലെങ്കിൽ വേറെ അതേ കാറ്റഗറി ആണോ എന്ന്? അപ്പോൾ നിങ്ങളെ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ഡിക്ഷണറികൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു ക്ലൂ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. തുടക്കത്തിൽ ഈ ഒരു ക്ലൂ ഒന്നും ഇല്ലാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ 2 ഡിക്ഷണറികൾ നിങ്ങൾക്ക് പരിചയപ്പെടാം. അത് 2 ഡിക്ഷണറി ഒരു ഓൺലൈൻ ഡിക്ഷണറിയാണ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിക്ഷണറിയാണ്. അത് എൻ്റെ ലിങ്ക് ഇൻഷാ അല്ലാഹ് ഞാൻ വിട്ടുതരാം. അപ്പോൾ ആ ഒരു ഡിക്ഷണറി ആദ്യമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീന് കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, ഈ ഡിക്ഷണറീൻ്റെ പേര് എന്ന് പറയുന്നത് മുഅ്ജമു ദൗഹ താരീഖി ലില്ലുഗത്തിൽ അറബിയ, ദി ദോഹ ഹിസ്റ്റോറിക്കൽ ഡിക്ഷണറി ഓഫ് അറബിക്. അപ്പോൾ ഈ ഒരു ഡിക്ഷണറി നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടുതരുന്നുണ്ട്. ഈ ഡിക്ഷണറി നിങ്ങൾക്ക് സംശയമുള്ളിടത്തൊക്കെ നിങ്ങൾ ഈ ഡിക്ഷണറി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടുക അല്ലെങ്കിൽ കിട്ടാതിരിക്കുക അങ്ങനത്തെ നിങ്ങൾക്കൊരു സംശയം വരുന്നിടത്തൊക്കെ ഈ ഒരു ഡിക്ഷണറി നോക്കുക. അപ്പോൾ നമ്മൾ കൈഫ എന്നുള്ളത് നമുക്കൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ കൈഫ എന്നുള്ള പദം ഈ ഒരു ഡിക്ഷണറിയിൽ അടിക്കുക. അതിനുശേഷം
ഇവിടെ നമുക്ക് കൈഫ എന്നുള്ള പദം നമുക്ക് കയ്യഫ എന്നാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഹർക്കത്തൊന്നും ഇടാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു 3 റിസൾട്ടാണ് ലഭിക്കുക. അപ്പോൾ നമുക്ക് കൈഫ എന്നുള്ളതാണ് നമുക്ക് ആവശ്യം, അതുകൊണ്ട് നമ്മൾ കൈഫ എടുത്തു. ഇത് വരെ പറഞ്ഞൊക്കെ ഓക്കെ അല്ലേ? പറഞ്ഞാൽ മനസ്സിലാവണില്ലേ? അപ്പോൾ കൈഫ എടുത്തതിന് ശേഷം നമുക്ക് കൈഫൻ്റെ നേരെ കാണാം കൈഫ ഇസ്മാണ് എന്നുള്ളത്. കണ്ടില്ല നിങ്ങൾ? അപ്പോൾ കൈഫ എന്നുള്ളത് ഇസ്മാണ്. അതിനുശേഷം കൈഫ മിൻ അസ്മാ ഇൽ ഇസ്തിഫാം, ഇസ്തിഫാമിൻ്റെ ഇസ്മാണ്. യുസ്തഫ്ഹമു ബിഹി അൻ ഹാലത്തി ഷൈഇ യദുല്ലു അലൻ നഫി വൽ ഇൻകാർ. ബാക്കിയുള്ളത് നമ്മൾ നോക്കണമെന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ മനസ്സിലാവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അസ്മാ ഉൽ ഇസ്തിഫാം, അതായത് ഇത് ഇസ്മ ഇസ്തിഫാമാണ് അല്ലെങ്കിൽ ഇസ്മാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ സംശയമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളെന്താക്കുക, ഈ ഒരു ഡിക്ഷണറി ഉപയോഗിക്കുക. ഇതിലിപ്പോൾ ഒരു ഡിക്ഷണറിയുടെ ഉദാഹരണമാണ് ഇപ്പോൾ ദോഹ ഹിസ്റ്റോറിക് ഡിക്ഷണറി എന്ന് പറയുന്നത്. അതേപോലെ വേറെ ഡിക്ഷണറിയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിക്ഷണറിയാണ്. ഡിക്ഷണറിയുടെ പേര് നിങ്ങളിപ്പോൾ വേറെ സ്ക്രീൻ കാണുന്നില്ല, മുഅ്ജമുർ റിയാദ് എന്നുള്ള ഡിക്ഷണറി നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ. ഈ മുഅ്ജമുർ റിയാദ് ലില്ലുഗത്തിൽ അറബിയത്തിൽ മുആസിറ, മോഡേൺ അറബിക്കായിട്ട് ബന്ധപ്പെട്ടാണ് മുഅ്ജമുർ റിയാദ്. മറ്റത് നമ്മൾ നേരത്തെ കാണിച്ചത് ഹിസ്റ്റോറിക്കൽ ഡിക്ഷണറി എന്ന് പറയും. അതായത് മോഡേൺ മാത്രമല്ല, ഒരു പദം തുടങ്ങിയത് മുതൽ നമ്മൾ എപ്പോൾ പ്രത്യക്ഷപ്പെട്ടു ഇതുവരെയുള്ള അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും അതിൽ വരും. അപ്പോൾ നമുക്ക് മോഡേൺ അറബിയായിട്ട് ബന്ധപ്പെട്ട മാത്രം മനസ്സിലാക്കണമെങ്കിൽ ഇത് മതി. മറ്റേ മൊത്തത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ഡിക്ഷണറി, ഈ 2 ഡിക്ഷണറി നിങ്ങൾ പ്രധാനമായിട്ട് എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താക്കാൻ കഴിയും, ഈ കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ അദ്ഹബ എന്നുള്ളൊരു ഫിയൽ നമുക്ക് നമ്മളെ മുമ്പിലുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഫിയൽ നമുക്ക് ആ ഫിയലാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലെ ആ പദം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഡിക്ഷണറിയിൽ അടിക്കാം. അപ്പോൾ ഈ അദ്ഹബ എന്നുള്ളത് ഉദ്ഹിബ എന്നാകാം, അതേപോലെ തന്നെ വേറെ പല രൂപത്തിലും വരാൻ പറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ റിസൾട്ടൊക്കെ വരുന്നത്. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കുക. അപ്പോൾ അദ്ഹബ എന്ന് നമ്മൾ കണ്ടാൽ അതിന് ശേഷം അത് ഇസ്മാണ് ഫിയലാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് കുറച്ചും കൂടി അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അസ്സിമാത്തുൽ ലുഗവിയ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ആ സിമാത്തുൽ ലുഗവിയ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഖിസ്മുൽ കലീം, ഏതാണ് പാർട്ട് ഓഫ് സ്പീച്ച്, ഫിയലാണ്, അത് ഏത് പദത്തിൽ നിന്നാണ്, അതിൻ്റെ അസ്ൽ എന്താണ്, അതിൽ വരുന്ന 3 അക്ഷരം, അസ്ലായിട്ട് വരുന്ന 3 അക്ഷരം ദാല് ഹ ബ ആണ്. അപ്പോൾ ഈ ഹംസ എന്നുള്ളത് ജായിദാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അതിൻ്റെ മീസാൻ അല്ലെങ്കിൽ അതിൻ്റെ വസ്ന്, അല്ലെങ്കിൽ നമ്മളിന്ന് പറഞ്ഞ പോലെ സീഗ, അത് അഫഅല എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. അതിൽ നിന്ന് വരുന്ന വേറെ പദങ്ങളാണ് മുദ്ഹിബ് എന്ന് വരും. അതേപോലെ തന്നെ ഇത് ഫിയൽ ലാസിമാണോ മുതഅദ്ദിയാണോ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് എന്താക്കാം, നമുക്ക് സംശയമുള്ളിടത്തൊക്കെ ഇവിടെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇത് മനസ്സിലായില്ലെങ്കിൽ, ഈ ഒരു ക്ലൂ മനസ്സിലായില്ലെങ്കിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മബ്നിയായ ഇസ്മുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ലൂ ചിലപ്പോൾ കണ്ടോളുന്നില്ല. കാരണം ഈ കസറത്തും അലിഫ്ലാമും അതേപോലെ തന്നെ തൻവീനൊക്കെ മുഅറബായ ഇസ്മുകളിലാണ് വരിക. അപ്പോൾ ഈ മബ്നിയായ ഇസ്മുകളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുമ്പോൾ ഈ ഡിക്ഷണറികൾ ഉപയോഗിച്ചാൽ ഏതാണ് കാറ്റഗറി എന്നും അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി എന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അതിനെക്കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ ഈ 2 ഡിക്ഷണറികൾ പ്രധാനമായിട്ട് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ അപ്പം തന്നെ ഓപ്പൺ ആക്കി നോക്കണം, ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തായി പോകും, നിങ്ങൾ അത് നോക്കാതെ പിന്നെ ആ ഒരു ഉപയോഗമില്ലാതായി പോകും. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തുറന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് സംശയമുള്ള സമയത്തൊക്കെ ഇതിങ്ങനെ നോക്കുക. അപ്പോൾ കുറച്ച് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താവും, പിന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായി വരും. അപ്പോൾ ഈ ഒരു ജുംല, നമ്മൾ അടുത്ത ഒരു ജുംല എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കൈഫ ബദഅത്ത് നശ്അത്തു ഇൽമിൻ നഹ്വി എന്നുള്ളത് നമ്മൾ കൈഫയും ബദഅത്തും പറഞ്ഞു. നശ്അത്ത് എന്നുള്ളത് ശേഷം ഇൽമി എന്നുള്ളതും നഹ്വി എന്നുള്ളതും നമുക്ക് നശ്അത്ത് എന്നുള്ളത് മുളാഫാണെന്ന് മനസ്സിലാക്കാം. കാരണം അതിന് ശേഷമുള്ളത് എന്താണ്, മജ്റൂറാണ്, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കസ്റത്താണ്. കസ്റത്തിന് ഇവിടെ വേറൊരു ഹർഫ് ജറൊന്നും വന്നിട്ടില്ലെങ്കിൽ അത് നമുക്ക് എന്തായാലും മനസ്സിലാക്കാം. കാരണം മുളാഫിലൈഹി ആയാലേ കസ്റത്ത് വരുള്ളൂ, വേറൊരു സാധ്യത അവിടെ ഇല്ല. അപ്പോൾ ഇത് മുളാഫിലൈഹാന്ന് മനസ്സിലാക്കി അതിൻ്റെ മുമ്പുള്ള ഇസ്മ അതിൻ്റെ മുമ്പുള്ളത് മുളാഫാണ്, മുളാഫ് എപ്പോഴും ഇസ്മാണെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അന്നഹ്വ് എന്നുള്ളത് അലിഫ്ലാം വന്നതുകൊണ്ട് അതും ഇസ്മാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു ആ ഒരു ജുംല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് ശേഷം بعد أن انتشرت الفتوحات الإسلامية واتسعت واختلط العرب الفاتحون بالشعوب الفارسية والرومية
വല്ലഹ്ബാഷ് വഗൈരിഹിം ദഖലൻ നാസു ഫീ ദീനില്ലാഹി അഫ്വാജ. ഇവിടെയാണിപ്പോൾ എന്താ ആ ഒരു ജുംല പൂർത്തിയാകുന്നത്. അതിലേക്ക് പിന്നെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്, എന്നാലും ഇവിടെ നമുക്ക് ഏകദേശം പൂർത്തിയായി എന്ന് പറയാം. അപ്പോൾ ബഅദ അൻ ഇൻതശറത്തിൽ ഫുതുഹാത്തിൽ ഇസ്ലാമിയ വത്തസഅത്ത്, ഈ ഒരു ജുംല എടുക്കുകയാണെങ്കിൽ, ജുംല ആയിട്ടില്ല, അപ്പോൾ ആ ഒരു ഫ്രൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഏതൊക്കെ ഹർഫുകളുണ്ട് അതിൽ, ആ ഒരു ജുംലയിൽ? അൻ എന്നുള്ളത് ഹർഫാണ്. വേറെ ഏതെങ്കിലും ഹർഫുണ്ടോ? വാവ് എന്നുള്ളത്. മാഷാ അല്ലാഹ്. അപ്പോൾ ഈ രണ്ടും ഹർഫാണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ സഹായിച്ച അടയാളം എന്താണ്? ഒരക്ഷരം രണ്ടക്ഷരം. മാഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരക്ഷരം രണ്ടക്ഷരം ഉള്ളത് കൂടുതലും അല്ലെങ്കിൽ ഏകദേശം എന്തായിരിക്കും? ഹർഫായിരിക്കും. കാരണം ഇസ്മ എന്ന് തുടങ്ങുന്നത് 3 അക്ഷരമോ അല്ല അതിലധികമായിരിക്കും. ഫിഅലും അതേപോലെ തന്നെ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ക്ലൂ ആണ്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻ എന്ന് അടിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഹർഫാണോ അല്ല ഇസ്മാണോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഇനി ബഅദ എന്നുള്ളത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ദർഫാണ്. ദർഫ് എന്തിൽ പെട്ടാണ്? ദർഫ് ഏത് കാറ്റഗറിയിലാണ്? ഇസ്മാണോ ഫിഅലാണോ ഹർഫാണോ? ദർഫ് സമാനാണ്. അത് ഓക്കെ. അതല്ല, അത് ഇസ്മിലാണോ ഫിഅലിലാണോ ഹർഫിലാണോ പെടുക? ഇസ്മിലാണ് വരിക. ലർഫുകളൊക്കെ ഇസ്മുകൾ പെട്ടാണ്. ബഅദ എന്നുള്ള ഇസ്മാണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ സബ് കാറ്റഗറി ആയിട്ട് ലർഫാണ്. അതേപോലെ തന്നെ അൻ എന്നുള്ളത് ഹർഫാണ്. ഹർഫിൽ തന്നെ ഏതാണ്? ഹർഫിൽ തന്നെ ഏത് ഹർഫാണ്? ഹർഫ് നാസിബാണോ ജാസിമാണോ അല്ലെങ്കിൽ മസ്ദരിയാണ്, നാസിബാണെന്നൊക്കെ മനസ്സിലാക്കുക. ഇതൊന്നും നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല ബാക്കിയുള്ളവർ. കാരണം ഇതൊക്കെ നമ്മൾ ഏകദേശം പറയുന്നതെന്നുള്ളൂ. ഇതൊക്കെ ഇനിയും വരുന്നതാണ് നമ്മളെ ക്ലാസ്സുകളിൽ. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ ഫസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബഅദ അൻ ഇൻതശറത്തിൽ ഫുതുഹാത്തുൽ ഇസ്ലാമിയ്യത്തു വത്തസഅത്ത്. ഇൻതശറ എന്നുള്ളടത്ത് അത് ഇസ്മാണോ ഫിഅലാണോ ഹർഫാണോ? ഫിഅലാണ്. ഫിഅലാണെന്നതിൻ്റെ ക്ലൂ എന്താണ്, അല്ലെങ്കിൽ അലാമത്ത് എന്താണ്? സാക്കിന. ഇവിടെ നിങ്ങൾ കസറത്ത് കാണുന്നതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് 2 സുക്കൂന് ഒരുമിച്ച് വരുമ്പോൾ ആ ഒരു വായിക്കാൻ ഇതിന് വേണ്ടിയിട്ട് ഇതാക്കിയാണ്. അവിടെ ശരിക്കും സുക്കൂൻ തന്നെയാണ്. അതായത് 2 സുക്കൂൻ, ഇവിടെ ഒരു സുക്കൂനും ഇവിടെ ഒരു സുക്കൂനും കൂടിച്ച് വരുമ്പോൾ ഇൽത്തിഖാഉ സാക്കിനൈനി ആകുന്നതുകൊണ്ട് നമ്മൾ വായിക്കാൻ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഇൻതശറത്തി എന്ന് വായിക്കുന്നതാണ്. ശരിക്കും അത് സുക്കൂൻ തന്നെയാണ്. പിന്നെ അൽ ഫുതുഹാത്ത് അൽ ഇസ്ലാമിയ, ഈ 2 എണ്ണം ഇസ്മാണെന്നതിൻ്റെ തെളിവ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അടയാളം എന്താണ്? അലിഫ്ലാം ഉണ്ട്, ജംആണ്. മാഷാ അല്ലാഹ്. ഓക്കെ. ഇസ്ലാമിയത്ത് എന്നുള്ളതിലും അലിഫ്ലാം ഉണ്ട്. ഇത്തസഅത്ത് എന്നുള്ളിടത്തോ? ഓക്കെ. ഓക്കെ. ഇനി വഖ്തലത്തൽ അറബു അൽ ഫാത്തിഹൂന ബിശ്ശുഊബിൽ ഫാരിസിയ്യത്തി വറൂമിയ്യത്തി വൽ അഹ്ബാശി വഗൈരിഹിം, അതിൽ ഏതെങ്കിലുമൊക്കെ ഹർഫുകളുണ്ടോ? അതിൻ്റെ മുമ്പ് ഏതെങ്കിലും ഉണ്ടോ? ഒരു വാവില്ലേ? വഖ്തലഫ എന്നാണ് ഹർഫ് അത്ഫ് ഉണ്ട്. അതേപോലെ തന്നെ ഹർഫ് ജറുണ്ട്. വേറെ 3 വാവുകൾ വേറെയുണ്ട്. ഓക്കെ. ഇനി ഇതിലുള്ള ഇസ്മുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഇസ്മുള്ളത്? ഓക്കെ. അതിലുള്ളൊക്കെ ഇസ്മുകളാണ്. അതിലൊക്കെ ഇസ്മാണെന്ന് അറിയിക്കുന്ന അടയാളം ഏതാണ്? എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള അടയാളം അലിഫ്ലാം. മാഷാ അല്ലാഹ്. ഓക്കെ. ജമ്മുണ്ട്. അതേപോലെ ഇവിടെ ബാ എന്നുള്ളത് ഒരടയാളാണ്. ബാ വരുന്നത് കൊണ്ട് അതിന് ശേഷം ജറു വന്നു എന്നുള്ളൊരു അടയാളമാണ്. ഇവിടെയും ഫാരിസിയത്തി റൂമിയത്തി ലഹ്ബാഷി, അവിടെയൊക്കെ കസറത്ത് എന്നുള്ളത് ഇസ്മാണെന്നുള്ള അടയാളമാണ്. ഇനി ഗൈരിഹിം എന്നുള്ളത് ഏതാണ്? ഗൈരിഹിം, ഗൈർ എന്നുള്ളത് ഇസ്മാണോ ഹിം എന്നുള്ളത് ഇസ്മാണോ? ഗൈർ എന്നുള്ള ഇസ്മാണോ? ഗൈർ ഇസ്മാണെന്ന് ഇവിടെ എന്താണ് അടയാളം? മുദാഫാണ്, പിന്നെ ജറുൻ. ഓക്കെ.
ഇപ്പോൾ ഹിം എന്നുള്ളത് ലമീറാണ്, ലമീർ ഇസ്മാണ്. അപ്പോൾ ഇവിടെ ഈ ഹിം എന്നുള്ളത് അത് മുലാഫ് ഇലൈഹാണെന്ന് മനസ്സിലായാൽ പിന്നെ അതിന് മുമ്പുള്ളത് ഒരു ഇസ്മായിരിക്കും എന്ന് ഉറപ്പാണ്. ഇനി നിങ്ങൾക്ക് വയർ എന്നുള്ളത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഡിക്ഷണറികൾ ഞാൻ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് ഡിക്ഷണറികൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ 2 ഡിക്ഷണറികളിൽ വയർ സംശയം ഉണ്ടെങ്കിൽ നോക്കുക. അതാണ് പിന്നുള്ള ഒരു വഴി എന്ന് പറയുന്നത്. കാരണം ചില പദങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഅറബും മബ്നിയായി വരുന്ന പദങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് അതിൽ ഈ ഒരു അടയാളങ്ങൾ കാണാൻ സാധിച്ചോളണമെന്നില്ല. അതിനുശേഷം ദഖലൻ നാസു ഫീ ദീനില്ലാഹി അഫ്വാജ. ദഖലൻ നാസു ഫീ ദീനില്ലാഹി അഫ്വാജ എന്നുള്ളടത്ത് ഫിഅൽ ഏതാണ്? ദഖല എന്നുള്ളത് ഹർഫോ ഫീ എന്നുള്ളത്. ബാക്കിയുള്ളൊക്കെ ഇസ്മാണ്. ബാക്കിയുള്ള ഇസ്മാണ്. ആദ്യത്തെ ഇസ്മാണ് നാസ് എന്നുള്ള ഇസ്മാണെന്നതിൻ്റെ ക്ലൂ എന്താണ്? അലിഫ്ലാം. ദീനി എന്നുള്ളത് ഇസ്മാണെന്നുള്ളതിൻ്റെ ക്ലൂ എന്താണ്? ഹർഫ് ജറുണ്ട്, അതിന് അത് മജ്റൂറാണ് എന്നുള്ളത്. അതേപോലെ തന്നെ അതിന് ശേഷമുള്ളതിലേക്ക് ഇളാഫ് ചെയ്യപ്പെട്ടിട്ട് എന്നുള്ളതും അതിൻ്റെ ഒരു ഇതാണ്. അല്ലാഹി എന്നുള്ളത് അല്ലാഹി എന്നുള്ളത് എന്താണ് അതിൻ്റെ അടയാളം? അലിഫ്ലാം ഉണ്ട്, അതേപോലെ തന്നെ കസ്റത്തും. ഓക്കെ. അഫ്വാജൻ എന്നുള്ളത് ഇസ്മാണെന്നതിൻ്റെ അടയാളം തൻവീൻ. മാഷാ അല്ലാഹ്. അതേപോലെ തന്നെ ജമ്മാണ് എന്നുള്ളത്. മാഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം പിടുത്തം കിട്ടിയിട്ട് ഇത് മനസ്സിലാകാത്തൊരു 70% നിങ്ങൾക്ക് മനസ്സിലാകാൻ കിട്ടും. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ആവർത്തിച്ച് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ക്ലൂ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ക്ലൂകളൊക്കെ നമ്മൾ എന്ത് നോക്കിയിട്ടാണ് വരണത്? അതിൻ്റെ മുമ്പുള്ളതോ അല്ലെങ്കിൽ ഒരു ജുംലയിൽ വരുന്ന ക്ലൂകളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ക്ലൂ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫിഅലുകൾ ഇത് ഫിഅലാണെന്ന്, ഇപ്പോൾ ഇൻതശറ എന്നുള്ള ഫിഅലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഈ ഒരു ജുംലയിലല്ലാതെ വരുമ്പോഴുള്ള അടയാളം എന്താണ്? ആദ്യം പറഞ്ഞാൽ എന്താണ്? ഇൻഫാല വസ്നാണെന്ന് പറയുന്നു, ഒരാൾ ഇഫ്താല വസ്നാണെന്ന് പറയുന്നു. എന്താണ് അങ്ങനെ ഒരു സംശയം വരുന്നത്? ഇൻതശറയാണെങ്കിൽ ഏത് വസ്നാണ്? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ നൂന് കാണുമ്പോൾ ഇൻഫാല എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ഇത് ആ ഒരു എന്താ പറയുക ഹർഫ് സായിദ് ആണോ അല്ലെങ്കിൽ അസ്ലി ആണോ എന്ന് നമുക്ക് അറിയണം. അപ്പോൾ ഇഫ്താല എടുക്കുകയാണെങ്കിൽ ആ വസ്ന് അതിൽ സായിദ് ആയത് ഏതൊക്കെയാണ്? ഇഫ്താല വസ്നിൽ അലിഫ് പിന്നെ താവാണ്. പിന്നെ താവാണ്. അപ്പോൾ ഇൻതശറ എന്നുള്ളത് നമ്മളിങ്ങനെ ഇവിടെ തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താക്കാം മനസ്സിലാക്കാം. അതായത് നശറ എന്നുള്ളിടത്താണ് ഈ ഫാവും ഐനും ലാമും വരുന്നത്. ഇനി നമ്മൾ ഇൻഫാല എന്നുള്ള വസ്നിൽ പറയുകയാണ്, ഇൻതശറ ഇൻഫാല വസ്നിൽ വരികയാണെങ്കിൽ തായ എന്താവേണ്ടി വരും? അസ്ലി ആയിട്ട് വരേണ്ടി വരും. പറഞ്ഞാൽ മനസ്സിലായോ? ഇൻതശറ എന്നുള്ളത് നമ്മൾ ഇൻഫാല വസ്ന് പറയുകയാണെങ്കിൽ താ എന്താകേണ്ടി വരും? അസ്ലി ആയിട്ട് വരേണ്ടി വരും. താ ശരിക്കും എന്തല്ല? അസ്ലി അല്ല. കാരണം അസ്ലി അതാണ്, നശറ എന്നുള്ളതാണ്. ആ ഇൻഫാല വസ്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. ഇനി അതിലുള്ള വേറൊരു ഫിഅലാണ് ഇത്തസാ എന്നുള്ളത്. ഇത്തസാ എന്നുള്ളത് ഏതാണ് വസ്ന്? ഇഫ്താല വസ്നാണ്. അതിൻ്റെ അസ്ൽ എന്താണ്? അതായത് അതിൻ്റെ ഫിലാസി ഏതാണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് പഠിക്കേണ്ട കാര്യമാണ്. ഇഖ്തലത എന്നുള്ളതോ? ഓക്കെ. അതേപോലെ തന്നെ ദഖല എന്നുള്ളതോ? ഓക്കെ. ഫഅല വസ്നാണ്. അപ്പോൾ ഫഅല എന്നുള്ളത് മാദിയിൽ ഫഅല എന്നുള്ളത് നമുക്ക് ഒരു ക്ലൂ ആണ്. കാരണം അതിൻ്റെ മുളാരി അല്ല വ്യത്യാസപ്പെടുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു ജുംലയിൽ വരുന്നത് നമുക്ക് 2 രൂപത്തിൽ മനസ്സിലാക്കാം. ആ ജുംലയിലുള്ള ക്ലൂകളും ഉണ്ടാവും, അതേപോലെ തന്നെ ആ പദം നമ്മൾ സ്വന്തമായിട്ട് എടുത്തിട്ട് അതിൻ്റെ സീഗ നോക്കിയാലും നമുക്ക് അങ്ങനെ ക്ലൂ പഠിക്കാം. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത്, അതായത് ഈ സീഗ പറഞ്ഞത് ചിലർക്ക് മനസ്സിലായില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കാര്യമാണ്, സർഫിൽ പഠിക്കേണ്ട കാര്യമാണ്. ഞാനൊരു ആഡ് ഓൺ എന്നുള്ള ആൾക്ക് പറഞ്ഞതാണ്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇസ്മ കണ്ടാൽ
അത് എന്താ പറയുക, അല്ലെങ്കിൽ ഒരു പദം കണ്ടാൽ ഇസ്മാണോ ഫിയലാണോ ഹർഫാണോ എന്ന് മനസ്സിലാകാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി,